Good morning. Today we can study how to find arithmetic mean of a grouped data by step deviation method. Okay, last രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും നോക്കി. സെയിം ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് ഇൻ്റർവെല് 0 to 10 to 40 to 50. ഓക്കെ, നമ്മൾക്ക് കിട്ടിയ അരിത്തമെറ്റിക് മീൻ 24.02 ആയിരുന്നു ഡയറക്റ്റ് മെത്തേഡിലും ഷോർട്ട് കട്ട് മെത്തേഡിലും. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് ആൻസർ ഇത് തന്നെയാണോ വരണതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡി വരെയുള്ള കോളം നമ്മൾ കണ്ടു. ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. അസ്യൂംഡ് മീനുമായിട്ടുള്ള ഡിഫറൻസ്, ഡാറ്റയുടെ അസ്യൂംഡ് മീൻ ഇവിടെ എ 25 ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ 25 ഡിഫറൻസ് ആണ് ഓരോ ഡാറ്റയുടെയും. ഓക്കെ, 5 and 25, 15 and 25, അങ്ങനെ ഓരോ ഡാറ്റയുടെയും 25 ഡിഫറൻസ് ആണ് നമ്മൾ ഡി എക്സ് മൈനസ് എ എന്ന് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിയുടെ വാല്യൂ ഒന്നുകൂടെ ചെറുതാക്കാം. അതിനുവേണ്ടി നെക്സ്റ്റ് കോളം നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് ടി. ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഐ. ഐ എന്തായിരുന്നു? ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉണ്ട്. ഈ ഡിയിലെ ഓരോ വാല്യൂവിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പം 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 10 ആണ് ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പം -20/10 -2, -10/10 -1, 0/10 0, 10/10 1, 20/10 2. ഓക്കെ, ഇനി നമുക്ക് എഫ് ടി, നെക്സ്റ്റ് കോളം എഫ് ആൻഡ് ടി വി ക്യാൻ മൾട്ടിപ്ലൈ. അപ്പം നമുക്ക് സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. ഫ്രീക്വൻസി ഇതാണ് എഫ്, ഈ കോളവും നമ്മളുടെ ടിയും കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 10 ഇൻറ്റു -2 ദാറ്റ് ഈസ് -20, 6 ഇൻറ്റു -1 -6, 8 ഇൻറ്റു 0 0, 12 ഇൻറ്റു 1 12, 5 ഇൻറ്റു 2 10. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇനി നമുക്ക് സിഗ്മ എഫ് ടി കാണണം അല്ലേ? നമ്മളുടെ ഫോർമുലയിൽ സിഗ്മ എഫ് ടി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് വരും. അപ്പം ഇതിൻ്റെ ടോട്ടൽ കാണാൻ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. -20 + 6 -26, 12 + 10 വരുമ്പം 22. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ടോട്ടൽ -4 വരും. -26ഉം 22ഉം കൂടെ ആഡ് ചെയ്യുമ്പം -4. ഓക്കെ, അപ്പം ഇനി നമ്മളുടെ ഫോർമുല, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഫോർമുല നോക്കാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഇൻറ്റു ഐ. ഐ ഇവിടെ നമ്മൾ എടുത്തത് 10 ആയിരുന്നു. ഓക്കെ, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ 25 പ്ലസ് സിഗ്മ എഫ് ടി. സിഗ്മ എഫ് ടി ഈസ് -4. -4 ഇൻറ്റു ഐ. ഐ നമ്മൾ എടുത്തത് 10 ആയിരുന്നു അല്ലേ? 10 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ദാറ്റ് ഈസ് 41. ഓക്കെ, അപ്പോൾ വരുന്നത് 25 - 40/41. ഓക്കെ, ലാസ്റ്റ് മെത്തേഡിൽ നമ്മൾക്ക് ചെയ്തത് ഈ സെയിം കാൽക്കുലേഷൻ നമുക്ക് കിട്ടിയത് അല്ലേ? 25 - 40/41 ദാറ്റ് ഈസ് 25 - 40/41 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 40 ഡിവൈഡഡ് ബൈ 41 ദാറ്റ് ഈസ് 0.98. So 25 - 0.98 that is 24.02. സെയിം ആൻസർ വന്നു. അരിത്തമെറ്റിക് മീൻ 3 മെത്തേഡിലും ചെയ്തപ്പം സെയിം അരിത്തമെറ്റിക് മീൻ ആണ് വന്നത്. അപ്പം ഇതിനകത്ത് ഓരോ ക്വസ്റ്റിനും അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് ഏത് മെത്തേഡാണ് ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് എളുപ്പം എന്നുള്ള മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്ത മെത്തേഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡ് മനസ്സിലായല്ലോ? ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് ആൻഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പോർഷൻ പഠിക്കാം.